ഹായ് ഗൈസ്. അപ്പോ നീനുവിന് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. എന്താണ് പ്ലേ ബട്ടൺ കിട്ടി? അങ്ങനെ ഞങ്ങക്ക് ഫസ്റ്റ് സന്തോഷമുണ്ട്. പക്ഷെ നീനുവിനാണ് കുറച്ചുകൂടി. നീനു ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. പിന്നെ നീനു നമ്മളൊരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ അങ്ങ് ഇപ്പൊ കാണിക്കാം. കാണാം. വീഡിയോ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ്, കമന്റ്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ പറയണമെന്ന് വിചാരിച്ചതായിരുന്നു. നമ്മുടെ ഹാളിൽ കയറി വരുമ്പോ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ സിൽവർ പ്ലേ ബട്ടൺ വെക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം. അതെന്ന് വെച്ചാലേ ഞാൻ ബിബിനോട് പറയായിരുന്നു, എനിക്കിങ്ങനെ അവിടെ കയറി വരുമ്പോ എനിക്കിങ്ങനെ ആഗ്രഹിക്കണോണ്ട് കുഴപ്പമില്ലല്ലോ, അവിടെ ഒരു സിൽവർ പ്ലേ ബട്ടൺ വേണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. നിങ്ങൾ എനിക്ക് സാധിപ്പിച്ചു തരുന്നത്. നമ്മൾ കയറി വരുമ്പോ ഇവിടെ ഒരു സിൽവർ പ്ലേ ബട്ടൺ, അതാണ് എനിക്കൊരു ആഗ്രഹമുള്ള. പക്ഷെ നമുക്ക് അങ്ങനെ ആഗ്രഹിക്കേണ്ടതായിട്ട് നമുക്ക് അറിയില്ല. മൈക്കൊക്കെ വായിടുന്നവള് 100K ആവും അങ്ങനെയൊന്നും അറിയില്ല. പക്ഷെ എപ്പോഴും ഞാനതിങ്ങനെ ജസ്റ്റ് എന്റെ മൈൻഡിൽ ഇങ്ങനെ. അപ്പൊ എല്ലാരും അങ്ങനെ ഇന്നാണ് ഞങ്ങക്ക് അത് കിട്ടിയത്. ഇന്ന് എത്ര ഡേറ്റ്? 3-ാം തീയതി. ഏപ്രിൽ 3-ാം തീയതി നമുക്ക് കിട്ടി. ഞങ്ങൾ ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നു. അത് കാരണം ഇന്ന് കുറച്ച് തിരക്കായിരുന്നു. രാവിലെ പോയി ഞങ്ങൾ വാങ്ങി, പിന്നെ വീട്ടിൽ വന്ന് പള്ളിയിൽ പോയി, പിന്നെ ഇവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മ ഇപ്പോഴാണ് അൺബോക്സ് ചെയ്യണത്. പെട്ടെന്ന് ധൃതി പിടിച്ച് അൺബോക്സ് ചെയ്യാൻ നിന്നില്ല. ഞങ്ങള് അതിന്റെ ഒരു സമാധാനമായിട്ട് ആ മൊമെന്റ് ഫീൽ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു സ്ലോ ഓപ്പണിങ് ആക്കാന്ന് വെച്ചു. പിന്നെ വീഡിയോസ് വ്ളോഗ് ഞങ്ങൾ അങ്ങനെ ചെയ്യലില്ല. ചെയ്യാൻ ടൈം കിട്ടുന്നില്ല. അപ്പൊ വ്ളോഗ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ നല്ല ബിസി ആയിരുന്നു. അതെ, ചെയ്യും അല്ലേ? ചെയ്യും. ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഓരോന്ന് ചെയ്യും. ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ഇതാക്കി അങ്ങനെയില്ല, നമുക്ക് ടൈം കിട്ടുന്ന പോലെ ഒക്കെ ചെയ്യും എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതന്നെ. അങ്ങനെ അവൻ നീനുന് നമ്മുടെ അയ്യോ പിന്നെ പ്ലേ ബട്ടൺ ചെറുതായി എനിക്ക് തോന്നണില്ലേ? അതാണ് ഞങ്ങള് പ്ലേ ബട്ടൺ കണ്ടിട്ടുള്ളതൊക്കെ കുറച്ച് വലുതാ തോന്നുന്നു. ലേറ്റ് ആയിട്ടാ കിട്ടാ. ഞങ്ങൾ അപ്ലൈ ചെയ്യാനൊക്കെ കുറച്ച് ഡിലേ വന്നു. തിരക്കിരുന്നു. കാരണം 100K ആയിട്ട് ഇപ്പൊ ഓൾമോസ്റ്റ് 2 ആഴ്ച കഴിഞ്ഞില്ലേ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മെസ്സേജ് വന്നേക്കണ്, ഈ പ്ലേ ബട്ടന്റെ രീതിയൊക്കെ ഇപ്പൊ ഇങ്ങനെ മാറി, ഷേപ്പില് വ്യത്യാസമുണ്ട്, തിന്നായിട്ടുണ്ട്, സൈസ് ചെറുതായി ആയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് സുഖമായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ബീബിനോട് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. നമ്മളിങ്ങനെ എന്താ പറയുക, വിചാരിക്കാത്തൊരു സാധനമാണല്ലോ അല്ലേ? അല്ലേ, എന്നെ സംബന്ധിച്ച് ഭയങ്കര സീരിയസ് ആയിട്ട് തുടങ്ങിയതല്ല. ഇപ്പോഴും ഇതിന് 100% എഫേർട്ട് ഇടണോ ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. ഞങ്ങള് പറ്റുന്ന രീതിയിലൊക്കെ ഫ്രീ ടൈമിൽ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യണതിന് മുന്നേ ഇങ്ങനെ പറയാം, ഇപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറയണം അങ്ങനെ മൈൻഡിൽ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്താവും ഞാൻ എന്തൊക്കെയാ പറയാ. എന്താ പറയാ, ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായ സാധനമാണ് അങ്ങനെ വേണമെങ്കിൽ പറയാം. എന്താ അല്ലേ, നീന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ഇതിനും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിട്ട് ഞങ്ങൾ എഫേർട്ട് എടുത്തോന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം യൂട്യൂബിൽ അധികം വീഡിയോസ് ഒന്നും ഞങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. ബക്കറ്റ് ലിസ്റ്റിൽ എന്ന് വെച്ചാല് ആഗ്രഹമുണ്ട് പക്ഷെ വർക്ക് ചെയ്യില്ല, അങ്ങനത്തെ ഒക്കെ അങ്ങനെ അങ്ങനെയൊക്കെ സംഭവങ്ങൾ. അപ്പൊ അൺബോക്സ് ചെയ്താലോ ബിബിജി? ഞാൻ ഇങ്ങനെ ആ മൊമെന്റ് ഇങ്ങനെ എനിക്ക് നോക്കിയിരിക്കണം. ഫൈനലി എന്തൊരു ഞാൻ അങ്ങനെ പുറത്തെഴുതിയേക്കണേ നോക്കിയിരുന്നു, എവിടെന്നാ കിട്ടിയ. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് വന്നതാ, പടിഞ്ഞാട്ട് മുറിക്ക്. പിന്നല്ലാണ്ട് ഞാൻ കൈ പിടിക്കണ. നീ കട്ട് ഇവിടെ കട്ട് ചെയ്യാതെ അന്ന് നീ അവിടെ കട്ട് ചെയ്യാം, അവിടെ കട്ട് ചെയ്യാം. അതിന്റെ ഇടയിൽ ബീബിക്ക് പുതിയ പേരിട്ട് ഞങ്ങൾ ബജി. ബജിയുടെ പിന്നിലൊരു കഥ ഉണ്ട്, അത് നമ്മ പിന്നെ പറയാം. അന്ന് 2 കൈയും കൂടെ നീ എടുത്തേ
ഫസ്റ്റ് തന്നെ നമുക്കൊരു ലെറ്റർ ആണ്. ലെറ്റർ അല്ല, ഫസ്റ്റ് ഒരു കുഷ്യനല്ല, എന്തോ ഒരു ഗാർഡ് പോലെ നല്ല മണമുണ്ട്. അതെ, ഞാൻ ഇങ്ങനെയൊക്കെ ആയിട്ട് അൺബോക്സ് ചെയ്യാം. അതെ മോനെ. Congratulations on your subscriber milestone. We are honored to take part in recognizing your achievement and want to experience you. അങ്ങനെ ഒരു സാധനം. പിന്നെ ഒരു ലെറ്റർ. പിന്നെ യൂട്യൂബിന്റെ ഡു യു റിമെമ്പർ നിക്ക് ഒരു സാധനം ചോദിക്കണേ. ഡു യു റിമെമ്പർ യുവർ ഫസ്റ്റ് സബ്സ്ക്രൈബർ? ആരായിരുന്നു? നമ്മ തന്നെയാണോ? നമ്മ വീട്ടിൽ ആരെങ്കിലും എടുത്ത് സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ല. അതെ, എടുക്കട്ടെ. നീൽമോഹന CEO. ഓ, ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഇതിന് വരെ നീൽമോഹൻ. ബജി ഞാൻ കണ്ടു. സർട്ടിഫിക്കറ്റ് ഞാൻ കണ്ടു. പ്രസന്റ് ടു നെഹല മുഫീദ്. ഫൈനലി കവറുമായിരുന്നു വലിച്ച കിട്ടി ഗൈസ്. എപ്പടി അങ്ങനെ ഞങ്ങളെ ഫസ്റ്റ് അച്ചീവ്മെന്റ്. അപ്പൊ നിന്റേത് പറ, നിന്റെ ഹാപ്പിനെസ് പറ. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. ഹാപ്പിയാണ്. നീന് പറ നിന്റെ. കരയിലെന്തിനു പറ. കഴിഞ്ഞില്ല. അപ്പം അൺബോക്സിങ് കഴിഞ്ഞു ഗൈസ്. അപ്പം എന്താ, ഞാൻ സ്റ്റെക്ക് അടിച്ചു, അതുകൊണ്ട് ഞങ്ങൾ ക്യാമറ നൈസായിട്ട് കട്ട് ചെയ്തു. എനിക്ക് ഞാൻ അങ്ങനെ പറയില്ല, എന്തൊക്കെ പറയണ്ട, പക്ഷെ ആ ടൈമിൽ എനിക്ക് എന്താ പറയാ, ഭയങ്കര ഇമോഷണൽ ആണ്. ഇല്ല ചേട്ടാ. എന്നിട്ട് അപ്പൊ നിനക്ക് പറയാ. എനിക്കിപ്പോ എന്താ, എനിക്ക് സന്തോഷമുണ്ട്, അല്ലാണ്ട് ഇപ്പൊ വേറെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു. പിന്നെ വെറുതെ താങ്ക് യു പറയുമ്പോ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ഉണ്ട്, പക്ഷെ അതെങ്ങനെയാ പറയാ അറിയണില്ല. എനിക്ക് നല്ല സന്തോഷമുണ്ട്, പക്ഷെ ഇത്രയും ഇമോഷണൽ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നുമില്ല. അതൊന്നുമില്ല ഗൈസ്, എന്തോ മൈൻഡ് സെറ്റ് ആയിരുന്നില്ല. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഹാപ്പിനെസ്സും കൂടി വന്നപ്പോ അങ്ങനെ ഒരു സംഭവം. എന്നിട്ട് ഇത്രയുള്ള പറയാ അല്ല. അപ്പം ഞാൻ പറയാൻ വന്നത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞാൻ കുറേ എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആകെ പവിറ്റാവും തോന്നുന്നുണ്ട്. എന്താ അപ്പം ഇതുണ്ടല്ലോ പ്ലേ ബട്ടൺ. ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നത് ഇങ്ങനെ ഒരു പ്ലേ ബട്ടൺ ഉണ്ട് എന്ന് എന്നെ അറിയണത് ഈ പറഞ്ഞമാതിരി എന്താ പറയുക, ലുസി ഹജ്മൽ പറഞ്ഞിട്ട് കപ്പിളുണ്ട്. അവരത്യാവശ്യം ഞാൻ അങ്ങനെ ഫോളോ ചെയ്തിരുന്നു അങ്ങനെയൊക്കെ. അപ്പോൾ എന്താ പറയുക, അവരൊക്കെ വ്ളോഗാണ് ഞാൻ അങ്ങനെ കണ്ടിരുന്നത്, അല്ലാണ്ട് അങ്ങനെ വ്ളോഗൊന്നും കണ്ടിരുന്നില്ല. അപ്പോൾ ആ ടൈമിൽ എന്ന് വെച്ചാൽ ഞങ്ങൾ റിലേഷൻഷിപ്പായിരുന്നു. അപ്പോൾ ഞാൻ ആ ടൈമിൽ ഇങ്ങനെ ബിബിനോട് ഇവരെ ഇങ്ങനെ കഥകളൊക്കെ പറയായിരുന്നു. ബീബി അങ്ങനെ കണ്ടിട്ടില്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ ബീബി എന്നിട്ട് പറയും കഥ പറഞ്ഞായി. അപ്പം ഞാൻ ഫുള്ള് കണ്ടിട്ട് കഥ പറഞ്ഞു കൊടുക്കും അങ്ങനെയൊക്കെ. അവർക്ക് ഇങ്ങനെ 100K ആയപ്പോൾ എന്തായാലും അവരൊരു ഓഡിയൻസ് എന്നുള്ള രീതിക്ക് നമുക്ക് ഹാപ്പി ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ അന്നിങ്ങനെ ആലോചിക്കായിരുന്നു കേട്ടോ. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ബെഡിൽ കിടന്നിട്ട് ഞാനിങ്ങനെ രാത്രി ടൈമിലാണ് അതിങ്ങനെ കാണുന്നത്. അപ്പോൾ ഞാനിങ്ങനെ മേടിച്ചിട്ട് ഹായ് ഒരു കപ്പിളിനൊക്കെ 100K ഒക്കെ പറയുന്നത് വെച്ചാൽ അങ്ങനെ ഇതേപോലെ തന്നെ സിൽവർ പ്ലേ ബട്ടൺ ഇങ്ങനെ അൺബോക്സിങ് കപ്പിളിനൊക്കെ 100K എന്നൊക്കെ പറയുമ്പോൾ ഇല്ല സത്യമായിട്ട്. അപ്പം ഞാനിങ്ങനെ വണ്ടർ അടിച്ചിട്ട് എന്ത് രസാലേ അങ്ങനെയൊക്കെ. അപ്പം ഇപ്പം എന്നെ സംബന്ധിച്ച് ഇവിടെ ഈ പേര് കാണില്ലേ നെഹല എന്നുള്ളത്, ഇപ്പം നെഹല പർവീനയിലും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഇത് ഈ നെഹല മുഫീദ് എന്ന് എടുക്കുന്ന കാരനാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഒരുപാട് വീഡിയോ ഒരുപാട് ചെയ്തിട്ടില്ലെങ്കിൽ എടുത്ത വീഡിയോ കുറേ എഫേർട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരുപാട് നീനും എന്നെക്കാൾ കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുണ്ട് പല കാര്യങ്ങൾക്കും. അത് മെയിനായിട്ട് പ്രഗ്നൻസി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടല്ല ഒന്നും. എന്താ പറയുക, യൂട്യൂബ് ചാനൽ തുടങ്ങിയതും വീഡിയോ എടുത്ത് തുടങ്ങിയതും അങ്ങനെ ഒരു തമാശക്ക് തുടങ്ങിയതാണ്. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്
ഞങ്ങൾ എഫേർട്ട് ഇട്ട് തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ പതുക്കെ നിർത്തി, പറ്റുമ്പോൾ ഒക്കെ മതി എന്നുള്ള മൂഡാക്കി. അതായത് വീഡിയോയ്ക്ക് വേണ്ടി ഞങ്ങൾ ഓരോന്ന് എടുക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് പറ്റുമ്പോൾ ഫ്രീ ആകുമ്പോൾ നോർമലി അധികം സ്ട്രെസ് ആവാണ്ട് എടുക്കാന്നുള്ള മൂഡിലേക്ക് വന്നത്. അതാണ് വീഡിയോസൊക്കെ കുറഞ്ഞത്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ആക്കിയില്ല. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലോ ഇവരുടെ അൺബോക്സിങ്, അങ്ങനെയാണ് ഞാനിങ്ങനെ അറിയണത് ഇങ്ങനെ സിൽവർ പ്ലേ ബട്ടൺ എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ ഉണ്ടെന്ന് അപ്പോഴാണ് ഞാൻ അറിയണത്. അതിന് മുന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പം ഇപ്പോൾ പറയാണ് ഞാൻ അന്ന് അൺബോക്സിങ് വീഡിയോ കാണിച്ചിരുന്ന അപ്പോൾ ഒരിക്കലും ഇങ്ങനെ വിചാരിച്ചില്ല അവരുടെ സ്ഥാനത്ത് ഇപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു എന്താ പറയുക അൺബോക്സിങ് ചെയ്യുന്നു. അല്ല, ഞാനിങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല കേട്ടോ യൂട്യൂബ് തുടങ്ങണം, അങ്ങനത്തെ ഒരു മൈൻഡൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാനും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അതപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല, ഇതൊക്കെ ആദ്യമായിട്ട് ഞാൻ ഇപ്പോൾ കേൾക്കുന്നു കേട്ടോ. അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഇതെല്ലാം കുറേ പറയാനുണ്ട്, പക്ഷെ പറഞ്ഞു വരുമ്പോൾ ഇനി വേറെയൊക്കെയാവും തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു സംഭവത്തിലാണ് ഇപ്പം ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ എന്നിട്ട് പറയാം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഞാൻ വാവെന്ന് പറഞ്ഞൊരു സാധനമാണ് ഞാനിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കണേ. പിന്നത്തെ കാര്യം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, എനിക്ക് ശരിക്കും ഇതിങ്ങനെ വേണ്ടത് എൻ്റെ മെൻ്റൽ ഹെൽത്തിന് അത്യാവശ്യമായിരുന്നു എന്നുള്ള പോലെ എനിക്ക് എന്താ പറയുക, ഞാൻ ഇങ്ങനെ ഇടയ്ക്കിട്ട് ബീബിനോട് പറയട്ടാ എന്തെങ്കിലും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പ്ലേ ബട്ടണെങ്കിലും കിട്ടിയിരുന്നു വെച്ചാൽ ഇങ്ങനെ ഞങ്ങൾ ഹാളിലൊക്കെ നടന്ന എന്തെങ്കിലും ഇങ്ങനെ ടെൻഷൻസ് അല്ലെങ്കിൽ എക്സാമിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ പറയും ഒരു പ്ലേ ബട്ടണെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ സമാധാനമായിരുന്നു അങ്ങനെ കേക്ക്. അപ്പം എന്നെ സംബന്ധിച്ചെന്ന് പറയുമ്പോഴേ ഞാനിപ്പോൾ ഒരു 2022 കല്യാണം കഴിഞ്ഞ്. അപ്പം അത് കഴിഞ്ഞിട്ട് അൺപ്ലാൻഡ് ആയിട്ട് പ്രഗ്നൻസി വേഗം ആയിരുന്നു അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് അതൊക്കെ അങ്ങനെ കല്യാണം ആയാലും പെട്ടെന്നായതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ഇതുണ്ടായിരുന്നു, പ്രഗ്നൻസി ആയാലും അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, മദർഹുഡിലേക്ക് കടന്നപ്പോഴായാലും എനിക്ക് കുറച്ച് ഇങ്ങനെ ഡിഫിക്കൽട്ടീസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഈ പഠിപ്പ് ഇപ്പോൾ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ 2 കൊല്ലമായിട്ട് വേറെ കാര്യങ്ങൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല. പഠിപ്പ് പോകണമെന്നുണ്ടെങ്കിലും വേറെ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് എന്ന് പറയാനായിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യണില്ലല്ലോ. അപ്പം എൻ്റെ മൈൻഡിൽ തന്നെ ഇങ്ങനെ നമുക്കിങ്ങനെ ഭയങ്കര ഓവർ തിങ്ക് ചെയ്തിരിക്കൂലേ. ബിബി എന്താ നോക്കണേ, പിന്നെ ബോറടിക്കണ്ട. അപ്പം നമ്മളിങ്ങനെ കുറേ നേരം ഇങ്ങനെ ചില ടൈമിലൊക്കെ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തിരിക്കൂല. അപ്പം എനിക്ക് തന്നെ ഇങ്ങനെ എൻ്റെ മൈൻഡിനോട് അങ്ങനെ എന്നെ ഇങ്ങനെ ചോദിക്കും എന്തുട്ടാ നീനോ കാട്ടണേ 2 കൊല്ലമായില്ലേ. അപ്പം നീനുവിന് ഇത് പറഞ്ഞു വരുന്നത്, നീനുവിന് ഇത് എന്താ പറയുക ഒരു ആശ്വാസമാണ്. നീനു എന്താ പറയുക ഇത് കിട്ടിയത് നീനു ഭയങ്കര എന്നെക്കാളും കൂടുതൽ അറിയിക്കുന്നതും നീനുവാണ്. പിന്നല്ലാണ്ട് 2 പേർക്ക് കിട്ടുമ്പോൾ എന്നിട്ട് അർഹിക്കണേ അങ്ങനല്ല. അപ്പൊ ഇത് കഴിഞ്ഞു, ഇനി നമുക്കിത് ഫിക്സ് ചെയ്യണ്ട. നിന്റെ ഡ്രീം നീനു ഒരു വീഡിയോയിൽ പറഞ്ഞു തോന്നില്ല, അവിടെ ഫിക്സ് ചെയ്യണ്ട, അവിടെ ഫിക്സ് ചെയ്യാം. അപ്പം അതാണിപ്പോൾ നിങ്ങളിപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞില്ലേ മെയിനായിട്ട് എനിക്ക് ഭയങ്കര കുറേ പറയാനുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പി ആവാനുള്ള കാര്യം എന്ന് വെച്ചാൽ അതൊക്കെയാണ് സംഭവം. എനിക്ക് 2 കൊല്ലം വേസ്റ്റായി എന്ന് പറയാനായിട്ടില്ല, അതിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളൊരു തോന്നല്. അതെ, പിന്നെ ഞങ്ങൾക്ക് ഇത് കിട്ടിയതിൽ ഞങ്ങൾക്ക് ഒരുപാടല്ല കുറച്ച് പേരെ മെൻഷൻ ചെയ്യാനുണ്ട്. മെയിനായിട്ട് കസിൻ ഉണ്ട് അമീർ എന്ന് പറഞ്ഞാൽ നമ്മളെ മിക്ക ഫോട്ടോസും ആയാലും പിന്നെ അവൻ ഓരോ വീഡിയോസ് അയച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യ്. നമ്മളിപ്പോൾ ഇൻസ്റ്റയിൽ കുറേ എന്താ പറയുക പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ, അപ്പോൾ അതൊക്കെ ചെയ്യാനുമ്പോൾ ഞങ്ങളെക്കാൾ ഹാപ്പിയാണ് അവൻ. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയാ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങൾക്കായിട്ട്. പിന്നെ എന്ന് പറയുന്നത് മെയിനായിട്ട് ഞങ്ങളുടെ ഫോട്ടോസ് ഒക്കെ എടുക്കണത് അമീറാണ്. അപ്പൊ എനിക്കെന്ന് വെച്ചാൽ തീരെ ക്യാമറയിൽ ഒന്നും എന്താ പറയാ അങ്ങനത്തെ ഒരാളാണ് ഞാൻ പോസ് ചെയ്യാൻ അങ്ങനെ ഒന്നും അറിയാം. അപ്പൊ അമീർ ഇങ്ങനെ പറയും ഇങ്ങനെ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞത്. അപ്പൊ അത്രയും കംഫർട്ടബിൾ ആക്കിയിട്ട് നമുക്ക് അങ്ങനെയൊക്കെ എപ്പോഴായാലും എല്ലാ ഫോട്ടോയും ഞങ്ങളുടെ അമീറാണ് എടുത്തിട്ട്. പിന്നെ ഞങ്ങളെ വീഡിയോസിൽ ഫാമിലീസ് എല്ലാവരും ചിലര് കണ്ടിട്ട് ചിരിച്ചിട്ട് നല്ല ഹാപ്പിയിലൊക്കെ പറയുന്നുണ്ടെങ്കിലും തിരിഞ്ഞ് ഓരോ ഒന്ന് പറയുന്നുണ്ട് നമ്മളെ വീട്ടുകാരോട് തന്നെ. പക്ഷെ നമ്മളെ വീട്ടുകാർ പലരും എന്ത് പറഞ്ഞിട്ടാണെങ്കിലും നമ്മളെ ഫോഴ്സ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും ചെയ്യണ്ടെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഫസ്റ്റ് നമ്മ അവരെ താങ്ക് ചെയ്യുന്ന കാരണം എല്ലാതും കംസ് ഫ്രം ഫാമിലി അല്ലേ ഫസ്റ്റ്. അപ്പൊ അവരൊരിക്കലും നമ്മളെ തുടങ്ങിയപ്പോ കുറെ പേര് കളിയാക്കലും പുച്ചിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ് ആയാലും നമുക്ക് കറക്റ്റ് എല്ലാവരെയും സ്വഭാവം ഇപ്പൊ മനസ്സിലായി. അങ്ങനെ
അപ്പൊ ഇനി നമുക്ക് ഫിക്സ് ചെയ്യില്ല. അതെ, ഫിക്സ് ചെയ്യാൻ പിള്ളേർക്ക് കാണിച്ചു കൊടുക്കുക. ഹാളിൽ ഫിക്സ് ചെയ്യാൻ ആടിയൊന്നും ഇല്ല. പഠിക്കുക. അപ്പൊ ഓക്കെ, നമുക്ക് താഴെ പോയി ആദ്യം പിള്ളേർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. സൗണ്ട് ഉണ്ടാക്കല്ലേട്ടാ. അവിടെ അവിടെ വെച്ച് നോക്കി തുറക്ക് തുറക്ക് തുറന്നുടങ്ങിട്ടാ. ഇങ്ങനെ തുറക്ക്, ഇങ്ങനെ തുറക്ക്. അവിടെ സാധനം നോക്ക്, എടുക്ക് നീ. ഇതിന്റെ റിയാക്ഷൻ സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇഷ്ടായ നമ്മുടെ ആഗ്രഹം. പക്ഷെ ചുറ്റിക്ക് മാണിയൊക്കെ എടുക്കണം, കുറച്ച് പണിയുണ്ട്. സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നിയത് ഇവിടെ വെക്ക, ഇവിടെ വെക്ക, ഇവിടെ. ഫൈനലി ഗൈസ്, അപ്പൊ പ്ലേ ബട്ടൺ ഓപ്പണിങ് അങ്ങനെ കഴിഞ്ഞ അൺബോക്സിങ്. അപ്പൊ ഓക്കെ, അടുത്തൊരു വ്ളോഗിൽ കാണാം. പറ്റുന്ന രീതിയിലൊക്കെ ഷോർട്സിൽ കാണാം. വ്ളോഗ് എന്നാലും ഇടയ്ക്കൊക്കെ ചെയ്ത് പോലെ കണ്ടന്റ് നിങ്ങൾ പറഞ്ഞിടും, അപ്പൊ നമ്മ നോക്കാം. ചലഞ്ചൊക്കെ ചെയ്തല്ലോ, ആഗ്രഹമുണ്ട്. അപ്പൊ വരും. അപ്പൊ ഓക്കെ, അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യണേ. ഇനി ഞാൻ പറയണില്ല, എനിക്ക് ഇത്രയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഡീനുവിന്റെ ആഗ്രഹമൊക്കെ സഫലായി. അപ്പൊ ഓക്കെ, ബൈ ബൈ.